ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്ത് ഹജ്ജിലെ ഒരായത്താണ്. പ്രസിദ്ധമായ, വളരെ സുപ്രസിദ്ധമായി നമ്മളൊക്കെ പലപ്പോഴായി കേൾക്കാറുള്ള 41-ാമത്തെ ആയത്ത്. ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് നമുക്ക് അള്ളാഹു സ്ഥിരത തന്ന് ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥയും സംവിധാനങ്ങളും ഒരുക്കി തന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരൊറ്റ ആയത്ത്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേഗത്തിൽ ക്ലാസ് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ഇന്നിവിടെ ഒരു പാരന്റ്സ് മീറ്റിംഗ് വരാനുള്ള ദിവസമായതുകൊണ്ട് ഈ ആയത്ത് നമ്മൾ പറ്റുമെങ്കിൽ പറ്റുന്നവരൊക്കെ കാണാതെ പഠിച്ച് നമ്മുടെ ആദർശത്തെ പ്രഖ്യാപിക്കുന്ന, പ്രബോധനം ചെയ്യാൻ ഉപയോഗപ്പെടുത്തേണ്ടുന്ന നല്ലൊരു ആശയം നിറഞ്ഞൊരു ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. തൊട്ടു മുകളിലുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഇന്ന ആളുകൾക്കൊക്കെ ലഭിക്കും, റബ്ബുനല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന മറ്റൊരു വിഭാഗം അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർള്. ഒതുക്കെ അഖാമുസ്സലാത വആതവുസ്സകാത وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. الذين إن مكناهم في الأرض أقاموا الصلاة أقاموا الصلاة وآتوا الزكاة أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف وأمروا بالمعروف ونهوا عن المنكر وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. الذين ഇൻ മക്കന്നാഹും എന്നാണ് ഉണ്ടാവുക. ഓതുമ്പോ നോനിന് ശേഷം മീമ് വരുന്നു, നോന് സാക്കിന് വന്നാൽ ഇമ്മക്കന്ന ഇൻ എന്ന് പറയാതെ ഇമ്മക്കന്നാഹും, നോനിന് ശബ്ദുണ്ട്. ഇമ്മക്കന്നാഹും ഫിൽ അർദി أقاموا الصلاة صلاة لا صلاة أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف معروف ونهوا عن المنكر منكر لا منكر ونهوا عن المنكر ولله عاقبة الأمور. عاقبة ولله عاقبة الأمور. الذين അതെ, ഓരോ ആയത്തുകളും പഠിക്കുമ്പോൾ
നമ്മളെപ്പോഴും അതിൻ്റെ മേലെ, അതിൻ്റെ 2 ആയത്ത് മേലെ, അതിൻ്റെ 3 ആയത്ത് മേലെ എന്ത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പോന്നിരുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് പുതിയൊരു ആയത്തുകളുടെ തലത്തിലേക്ക് കയറിപ്പോകാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കണ്ടായി. എന്നാൽ ഇനി ഒരു നാട്ടിൽ സ്ഥിരതയുള്ള നിർഭയത്വത്തോടെ ഒരു നാട്ടിൽ അവർക്ക് ജീവിക്കാൻ അവസരം കിട്ടിയാൽ, അപ്പൊ മക്കയിൽ നിന്നുള്ള ജീവിതത്തിൽ നിന്ന് മദീന പോലെ ഒരു സ്വതന്ത്രമായ ഒരു ജീവിക്കാനുള്ള സാവകാശവും കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് എന്നാണ്. ആദ്യം പല ആയത്തുകളിലും അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്, ഒരു നാട്ടിൽ നിങ്ങളുടെ ആദർശവും ദീനും പ്രഖ്യാപിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വഹാജറു, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായി ആ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ഹിജറ പോയിക്കൂടെ, അല്ലാഹുവിന്റെ ഭൂമി എന്താ വിശാലായി കിടക്കല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ ഇവിടെ ചോദിക്കുന്നത്, അല്ലാഹ് ഒരു നാട്ടിൽ നിങ്ങൾക്ക് സ്ഥിരത തന്നാൽ, സ്റ്റെബിലിറ്റി തന്നാൽ, ഒരു നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സാവകാശവും അതുപോലെ തന്നെ നമ്മുടേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും എല്ലാം ലഭിക്കുന്നൊരു നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള കഴിവ് തന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലദീന, ഒരു കൂട്ടം ആളുകൾ, ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാത്ത്, അല്ലദീന കൊണ്ട് തുടങ്ങുന്ന പല ആയത്തുകളുണ്ട്. ഫാത്തിഹ സൂറത്തിൽ നമ്മൾ അല്ലദീന പഠിക്കുകയാണ്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അല്ലദീന ഒരു കൂട്ടം ആളുകൾ, അവർ ആരാ? അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരാണ്. ബഖറ തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ പേജിൽ തന്നെ കാണാം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാ എന്നൊക്കെ പറയുന്ന അല്ലദീന, അവർ ഒരു വിഭാഗം ആളുകളാണ്. ഇങ്ങനെ ഈ അല്ലദീന എന്ന പ്രയോഗം അല്ലദീ, അല്ലദാനി, അല്ലദീന എന്ന് പറയും അറബിയിൽ. അല്ലദീ ഒരുത്തൻ, അല്ലദാനി 2 പേര്, അല്ലദീന 2ൽ കൂടുതലുള്ള കൂട്ടത്തിനാണ് അല്ലദീന എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരുത്തൻ എന്ന് പറയുന്നതിന് പകരം ഒരുത്തി എന്ന് പറയാൻ അറബിയിൽ എന്താ ഉപയോഗിക്കപ്പോ? അല്ലത്തി എന്നായിരിക്കും. അല്ലതി എന്നുള്ളതിന് പകരം അല്ലത്തി എന്ന് എവിടെങ്കിലും കണ്ടാൽ മനസ്സിലാക്കാതെ സ്ത്രീയെ കുറിക്കുന്ന വാക്കാണ്. ഇനി പറയാൻ പോണ കാര്യം ഒരു സ്ത്രീയെ കുറിച്ചായിരിക്കും. ഇവിടെ അല്ലദീന, അവർ ഒരു വിഭാഗം ആളുകൾ, ഇമ്മക്കന്നാഹും, ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടീഷൻ വെക്കൂലേ, അങ്ങനെയാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ, ആ എങ്കിൽ എന്നുള്ളതിനാണ് ഇൻ ഉപയോഗിക്കുന്നത്. ഇമ്മക്കന്നാഹും, അവർക്ക് സ്ഥിരത കൊടുത്താൽ, മക്കന്ന നാം അവർക്ക് സ്ഥിരത കൊടുത്താൽ, ഒരു നാട്ടിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്താൽ എന്നൊക്കെയാണ് അർത്ഥം. ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് വഖാല ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഫീനാ നസലത് ഫഅഖ്റജ്നാ മിൻ ദിയാരിനാ ബിഖൈരി ഖഖ്ൻ ഇല്ലാ അൻ ഖുൽനാ റബ്ബുനാ അല്ലാഹ് സുമ്മ മക്കന്നാ ഫിൽ അർദ്. ഞങ്ങളെ കുറിച്ചാണ് ഈ ആയത്ത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു വരുന്ന ഒരു കാലത്ത് പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥിരത ഈ കാലഘട്ടത്തിൽ ലഭിച്ചു. മദീന ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു സ്ഥിരം പ്രദേശത്ത് ജീവിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ 4 കാര്യങ്ങൾ ആ നാടുകളിൽ നടപ്പിലാക്കണം. അതാണ് നമ്മുടെ പണി. 1 ഏതാ അതിലുണ്ടാവും. ഇനിയുള്ള 1ാമത്തെ വാക്ക് എന്താ? അഖാമുസ്സലാ. അർത്ഥം ആ നാട്ടിൽ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് മെയിൻ പണി. 2 സകാത്ത് കൊടുക്കലാണ് അടുത്ത മെയിൻ പണി. 3 അമറൂ ബിൽ മഅറൂഫ്. അമറൂ ബിൽ മഅറൂഫ്, അംറും ബിൽ മഅറൂഫ്, ജനങ്ങളോട് നന്മ കൽപ്പിക്കുക. 4 വനഹൗ അനിൽ മുൻകർ. നഹൗ അനിൽ മുൻകർ, നാട്ടിൽ തിന്മണ്ടാകും, തിന്മ വിരോധിക്കുക. ഇതാണ് പണി. ആരെ പണി? ആ നാട്ടിലുള്ളവരെ മൊത്തം പണി. അത് തഫ്സീറിൽ പറഞ്ഞ വാക്ക്
അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ്സലാ എന്ന് പറഞ്ഞിട്ട് ഈ മഅറൂഫ് അനിൽ മുൻകറൊക്കെ പറഞ്ഞിട്ട് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നാട്ടിൽ നടപ്പിലാക്കേണ്ടുന്ന വിശ്വാസികൾ സ്ഥിരതാമസിക്കുന്ന പ്രദേശത്ത് പറഞ്ഞ പോലെ ഞങ്ങൾ മദീനയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ നമസ്കാരം കൃത്യമായി ജമാഅത്തോടെ നടപ്പിലാക്കി. ഞങ്ങൾ സകാത്ത് കൃത്യമായി നടപ്പിലാക്കി. ഞങ്ങൾ നന്മ കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി കൽപ്പിക്കാൻ തുടങ്ങി. അനിൽ മുൻകർ, പല തിന്മകൾ കാണാൻ തുടങ്ങി, അതിനെയെല്ലാം ഞങ്ങൾ എതിർത്തു. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ ഫഹിയ ലീ വലി അസ്ഹാബി, ഇത് എനിക്കും എന്റെ സ്വഹാബത്തിനും ബാധകമായിട്ടാണ് ഞാൻ ഈ ആയത്ത് മനസ്സിലാക്കുന്നത്. അബുൽ ആലിയ റഹിമഹുല്ല പറയുന്നത് ഈ ആയത്ത് ശരിക്കും അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ സ്വഹാബത്തിനെ കുറിച്ചാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സ്വബാഹ് ബിൻ സവാദത്തുൽ ഖിന്ദി പറയുന്നത് ഈ ആയത്ത് ഞങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉമവിയ ഭരണാധികാരി, 4 ഖലീഫമാര് ഭരിച്ചതിന് ശേഷം പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞ് ഡമസ്കസ് തലസ്ഥാനമാക്കി ഭരിച്ച ഉമവിയാക്കളുടെ ഭരണകൂടത്തിൽ പ്രസിദ്ധനായ 2ാം ഉമർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതുകൊണ്ടാണ് ആ പാട്ടില് ഉണ്ടു സഖി ഒരു കുല മുന്തിരി എന്ന് പറഞ്ഞ ആ പാട്ടിൽ ആ പറയുന്ന ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചുള്ള ചില വാക്കുകളാണ്. നീതിമാനായ ഭരണാധികാരിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാം. അദ്ദേഹം ഖുത്ബയിൽ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഓരോ പ്രദേശത്തും അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർള് എന്ന ആയത്ത് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാ നാട്ടിലും കോമൺ ആയ ഒരു നിയമമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ഗവർണർ, ഒരു ഭരണാധികാരിയാണെങ്കിൽ അയാൾക്ക് ഈ കാര്യങ്ങൾ നിർബന്ധമാണ്. അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ. ആദ്യം പഠിപ്പിച്ച കാര്യം തന്നെ ആലോചിക്കുക, നമസ്കാരത്തിന്റെ കാര്യമാണ്. ഈ കാര്യത്തിൽ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തു നൂറിന്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ വിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുണ്ടായിരുന്നവർക്ക് പ്രാതിനിധ്യം കൊടുത്ത പോലെ നിങ്ങൾക്കും ഭൂമിയിൽ നാട്ടിൽ പ്രാതിനിധ്യം കിട്ടും. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും നിങ്ങളെ കൂടെയുണ്ടെങ്കിൽ. അതിൽ ആദ്യത്തെ പണിയാണ്, ഒന്നാമത്തെ കാര്യമാണ് നമസ്കാരം. കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മൾ വിഷയം മനസ്സിലാക്കിയതാണ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് നിർബന്ധമായി നടപ്പിലാക്കാൻ പറഞ്ഞ ചെറിയ പ്രായം മുതൽ 7ാമത്തെ വയസ്സ് മുതൽ നമസ്കാരം പ്രാക്ടീസ് ചെയ്ത് 10ാമത്തെ വയസ്സ് മുതൽ ബോധമുള്ള കാലത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഇബാദത്താണ് നിസ്കാരം. അതിന്റെ ജമാഅത്ത്, അതിലേക്കുള്ള നടത്തം, അതിന്റെ ഉളു, അതിന്റെ ഏത് കാര്യങ്ങളും നമ്മൾ വളരെ കറക്റ്റായി പഠിച്ച് നമസ്കാരത്തെ കുറിച്ചുള്ള കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. സിഫത്ത് സ്വലാത്തുൻ നബി, നബിന്റെ നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കുന്ന മലയാള പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ നമസ്കാരത്തിലെ തെറ്റുകൾ കറക്റ്റായിട്ട് പഠിച്ചു പോകുക. അതിന്റെ കൂടെ ഇപ്പൊ ചില തട്ടിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, പെട്ടുപോകാതെ ശ്രദ്ധിക്കുക. നമ്മളെ പോലത്തെ ആൾക്കാരാണ് അതിൽ പെട്ടുപോകുക. പക്ഷെ നിസ്കാരത്തിൽ ഖുശൂ ഇല്ല, നിസ്കാരം ഒന്ന് കറക്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് പുതിയ ട്രെയിനിങ് കോഴ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസത്തെ യോഗ പോലത്തെ പരിപാടിയാണ്. ഒരു 6000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് നിസ്കാരം ശരിയാക്കി തരും. 6000 രൂപക്ക് കോഴ്സാണ് മുസ്ലിയാക്കന്മാർ നടത്താണ്. എന്നിട്ട് കൊണ്ടുപോയിട്ട് നല്ലൊരു ക്യാമ്പ് ഫയർ ഒക്കെ വെച്ചിട്ട് നിസ്കാരത്തിന് മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയി നമ്മളങ്ങനെ പഠിപ്പിച്ച് നിസ്കാരമൊക്കെ ഇങ്ങനെ കയ്യൊക്കെ, നിസ്കാരത്തിന്റെ പിന്നെ നിസ്കാരം പഠിപ്പിക്കലല്ല, നമ്മളൊരു യോഗ പഠിപ്പിക്കണ മാതിരി നമ്മളങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴാണ് നിസ്കരിച്ചതായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ ഇങ്ങനെ ഇത്രയും കാലം ചെയ്തതൊന്നും ശരിയായി എനിക്ക് തോന്നുന്നു പറയിപ്പിച്ച് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് അടുത്ത മാസം 3-ാം തീയതി ആയിരിക്കും അടുത്ത നമ്മുടെ യോഗ നമസ്കാരം ആരംഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണം. കുറെ ആൾക്കാർ, ഞാൻ പറയുമ്പോൾ ഇതിൽ കുറെ ആൾക്കാർ പോയൊക്കെ മാതിരിയാണ് കാണുന്നത്. അതിന്റെ വീഡിയോ പുറത്തു വന്നാൽ ആളറിയുള്ളൂ. എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ ഓടിക്കൂടുന്നുണ്ട്. എന്തേ? അവര് ഒരു പ്രത്യേക ലെവലിലാക്കി മനുഷ്യന്മാരെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന ഒരു പരിപാടി. നബി പഠിപ്പിച്ച നിസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കലല്ല.
നമ്മളെ ഒരു പ്രത്യേക ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഒരു ഉപാസന ചടങ്ങുകളൊക്കെ ചെയ്യിപ്പിക്കുന്ന പോലുള്ള പല കാര്യങ്ങൾ. അത് ശ്രദ്ധിക്കുക. നമസ്കാരം ശരിയാകണം, അതിന്റെ ഖുശൂ നിലനിർത്തണം, എല്ലാം അനിവാര്യമാണ്. നമസ്കാരം നിലനിർത്തുക മുടങ്ങാതെ. നമ്മുടെ നാട്ടിൽ ഒരു പള്ളിയിൽ നമസ്കാരം മുടങ്ങുക എന്ന് പറഞ്ഞാൽ ഫർള് കിഫയായ വിഷയമല്ല, ഓരോ വ്യക്തിക്കും ഫർളായ കാര്യം എന്നുള്ള ഓർമ്മ ഉണ്ടാവും. രണ്ടാമത്തേത് സകാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒന്നാമത്തെ കാര്യം ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന ബാധ്യതയാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, നാലാമത്തെ കാര്യം സമൂഹത്തിനോട് ചെയ്യാനുള്ള ബാധ്യതയാണ്. ഒരു കാര്യം അള്ളാഹിനോട് പറഞ്ഞതെങ്കിൽ ബാക്കി 3 കാര്യം നമ്മൾ സമുദായത്തോട്, നാട്ടുകാരോട്, ജനങ്ങളോട് ചെയ്യേണ്ട കാര്യമാണ്. സകാത്ത് കൊടുക്കുക. സകാത്ത് കൊടുക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? അത് അയാളെ പൈസ ശുദ്ധീകരിക്കും, അയാളെ സകാത്ത് വീടി കിട്ടും. അത് പോരാ. അത് നാട്ടിൽ എന്തിനാണോ നടപ്പിലാക്കാൻ പറഞ്ഞത്, ജനങ്ങൾക്കത് ഉപകരിക്കണം. ദാരിദ്ര്യം മാറ്റപ്പെടണം, തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടണം, യാചന ഇല്ലാതെയാക്കണം. സമൂഹത്തിൽ ഫക്കീറും പൈസക്കാരനും ഫക്കീറും തമ്മിൽ ഒരു വലിയ വ്യത്യാസം വരാത്ത രൂപത്തിൽ എല്ലാവർക്കും ഒരു തുല്യമായ ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കണം. അതിനാണ് സകാത്ത്. അത് റമദാനിൽ നമ്മൾ ചെയ്യേണ്ടത് സകാത്താണോ സ്വതക്കയാണോ? നിങ്ങളെ അഭിപ്രായത്തിൽ സ്വതക്കയാണ് ചെയ്യേണ്ടത്. അതിനെന്ത് ചെയ്യണം? നമ്മുടെ സകാത്ത് എപ്പോഴാണ് കണക്ക് കൂട്ടിയിട്ട് റമദാന്റെ മുമ്പ് പറ്റുകയാണെങ്കിൽ റമദാന്റെ മുമ്പ് ഇതിന്റെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്താലേ സകാത്തിന് പിന്നെ കഴിഞ്ഞ് സ്വതക്ക കൊടുക്കാൻ മുതലുണ്ടാവുള്ളൂ. നമ്മൾ ആകെ സകാത്ത് കൊടുക്കാൻ തന്നെ റമദാനിലാണ്. അപ്പൊ പിന്നെ സകാത്ത് കൊടുത്തോണ്ട് ഇനി സ്വതം കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. അങ്ങനെയല്ല വേണ്ടത്. സലഫുകൾ പറയാറുണ്ട്, റമദാന്റെ മുമ്പ് സകാത്തിന്റെ പൈസ വേഗം തർത്തീബാക്കും. അത് ബാധ്യത എപ്പോഴാണ്? അത് അയാളുടെ സമയമായ അത് അപ്പ കൊടുക്കലാണ് പരിപാടി. ഒരാളുടെ ഡേറ്റ് റമദാനിക്ക് വന്നതെങ്കിൽ മതി, കുറച്ച് മുമ്പ് കൊടുത്താലും കുറ്റല്ല എന്നാ പറഞ്ഞത്. എന്നാലും വൈകിപ്പിക്കരുത്. എന്നാൽ റമദാനിൽ അടക്കമുള്ള ഇടത്ത് നമ്മൾ ചെയ്യേണ്ടത് സ്വതക്ക എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ള ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടത്. അതിന് ഒരുങ്ങണം. നമ്മളെ ബാങ്ക് ബാലൻസുകൾ പരിശോധിക്കണം, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു വിഹിതം നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ ഉറപ്പിച്ചു വെക്കണം. അത് പോകേണ്ട ഏരിയകളിലൂടെ പോകണം. അത് സക്കാത്തിന്റെ വിഷയം പഠിക്കുമ്പോൾ ആ വിഷയം, അതിന്റെ കോഴ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഓറിയന്റേഷൻ കോഴ്സുകളൊക്കെ സക്കാത്തുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ ശരിക്കും നടക്കുന്ന നിലപാടുകളെ കുറിച്ച് അതിന് ഇറങ്ങി ഒരാൾ പണിയെടുക്കുന്നില്ല. നാടുകളിൽ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. പക്ഷെ അതിനുവേണ്ടി ആ റമദാൻ കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാത്ത കൗമുണ്ടാവും. നമ്മൾ അങ്ങനെ ആവരുത്. റമദാന്റെ മുമ്പേ ഇടക്കിടക്ക് ആ വിഷയത്തിൽ മീറ്റിങ്ങുകൾ കൂടി ആലോചിച്ച് കിട്ടാത്ത ആൾക്കാരെ പോയി കണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ച് കൊടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ഒരു സിസ്റ്റം കൂടിയാണ് സക്കാത്ത് എന്നുള്ളത്. മൂന്നാമത്തേതും നാലാമത്തേതും നമ്മൾ വ്യക്തികൾ എന്ന നിലക്ക് നല്ലോണം പാലിക്കേണ്ട കാര്യമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ആയത്ത് നോക്കി നോക്കി. അല്ലദീന മക്കന്നാഹും ഫിൽ അർളി أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ആരെ ഗുണാണ്? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നിങ്ങളിൽ നിന്ന് ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉമ്മത്ത് ഉണ്ടാവണം. കുൻതും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് പുറത്തു കൊണ്ടുവരപ്പെട്ട നല്ല ഒരു ഉമ്മത്താണ്. എന്താ കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ജനങ്ങളോട് നല്ലത് കൽപ്പിക്കും. ജനങ്ങളോട് തിന്മ കാണുമ്പോൾ തിന്മയെ തടുക്കുന്ന സ്വഭാവമുണ്ട്. ഇതുള്ളവനാണ് ഖൈറു ഉമ്മ. അപ്പോൾ എതിർക്കൂലേ? അത് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവോ? അത് നാട്ടിൽ പ്രശ്നം ഉണ്ടാവൂലേ? നമ്മൾ അതിന്റെ ഒരു നസീഹത്ത് വെച്ച് ചെയ്യണം. ജനങ്ങൾക്കിടയിൽ അതൊരു നസീഹത്തോടെ നടപ്പിലാക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ ഹദീസുകളിൽ വന്ന വാക്ക്, നിങ്ങൾ ഒരു കാലത്ത് അള്ളാഹുവിനോട് സങ്കടങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാതെയാകും. എപ്പോഴാണത്? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം. ലയൂഷികുന്ന, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമോ എന്ന്. അത്രക്ക് നിബന്ധന വെച്ചിട്ടാണ് ഈ കാര്യം. നല്ലത് പറഞ്ഞു കൊടുക്കുക.
ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ചുപദേശിച്ചു, യാ ബുനയ്യ ഖിമിസ്സലാ, പൊന്നുമോനെ നിസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹവ് അനിൽ മുൻകരി, നീ ജനങ്ങളോട് നന്മ കൽപ്പിക്കണം, അവരിൽ കാണുന്ന തിന്മയെ തടുക്കണം. വസ്ബിർ അലാ മാ സാബക്, അവിടെ എന്ത് പ്രയാസം വന്നാലും എന്തൊക്കെ വിപത്ത് നോക്ക്, നന്മ കൽപ്പിക്കുന്നിടത്ത് തിന്മ വിരോധിക്കുന്നിടത്ത് പറഞ്ഞ വാക്ക് സബർ ഉണ്ടാവണം. എന്നാ നല്ല പ്രയാസം ഉണ്ടാകുന്ന മേഖല, നല്ല പ്രയാസം ഉണ്ടാകുന്ന മേഖല. നന്മ കൽപ്പിച്ച് തിന്മ വിരോധിക്കുന്ന ആളെ സമൂഹം ഇങ്ങനെ ഉറ്റു നോക്കും, അയാളുടെ ഒരു ചെറിയ നെഗറ്റീവ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ കാരണം? ആ പേര് പറഞ്ഞ് നമുക്ക് അയാൾ തെജു വലിയ ഉപദേശിക്കുന്ന ആളാണല്ലോ, ഈ അങ്ങനെ ആക്കിയാലോ, ഒന്ന് കിട്ടാൻ മതി. കിട്ടിയാൽ ആഘോഷിക്കും നമ്മുടെ ചിലപ്പോൾ. ഒരു ചെറിയ സാധാരണഗതിയിൽ നമ്മുടെ അടുത്തൊരു അപാകതയും ഒരു തെറ്റും സംഭവിച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിനോട്, നിങ്ങൾ അങ്ങനെ ചെയ്തോ, നിങ്ങളെ പറ്റി അങ്ങനെ കേട്ടല്ലോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ, സംഭവിച്ചു. അപ്പോൾ അപ്പോഴേക്കും അതിന്റെ നിജസ്ഥിതി അറിയാൻ പറ്റുള്ളൂ. അതൊന്നും നമ്മൾ ചെയ്യൂല്ലോ. നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയ പഠിക്കുന്ന എന്ത് ചെയ്യും? അതങ്ങോട്ട് ഷെയർ ചെയ്ത് ഫോർവേഡ് ചെയ്ത് ആകെ അലമ്പാക്കി മാറ്റിയ. ഒരാളിലുണ്ടാകേണ്ടുന്ന അടിസ്ഥാനപരമായ ഗുണമാണ് ആൾക്കാർക്ക് ജനങ്ങളോട് സ്വന്തത്വം മറക്കാതെ, എപ്പോഴും ശ്രദ്ധിക്കുക, സ്വന്തത്തെ മറക്കാതെ മറ്റുള്ളവരോട് നന്മ പറഞ്ഞു കൊടുക്കുക, തെറ്റ് കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കുക. ചിലപ്പോ അത് കാരണം കൊണ്ട് ആളുകൾക്ക് മുഷിപ്പുണ്ടാക്കും, വെറുപ്പ് തോന്നും, ഒക്കെ ഉണ്ടെങ്കിലും കാലങ്ങൾ കഴിഞ്ഞത് ബോധ്യപ്പെടുമ്പോൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നമ്മളായി മാറും. നമ്മളെങ്ങാനും അയാളുടെ വെറുപ്പ് വിചാരിച്ചത് മിണ്ടാതെ നടന്നാൽ നമ്മളെ പടച്ചറപ്പ് എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല, എന്തുകൊണ്ട് സഹായിച്ചില്ല, എന്തുകൊണ്ട് അവന്റെ തിന്മയെ തടുത്തില്ല എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. ഗൾഫില് സൗദിയിൽ പോലീസ് സേന ഉണ്ട്. അപ്പൊ ഓരോ പോലീസുകാർക്കും ഓരോ പണിയുണ്ട്. അപ്പൊ ഹറമിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പണി എന്താ അറിയോ? ഓരോ ഷർട്ടിന്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അംറ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. ഒരു ഹറമക്കൂടെ അങ്ങനെ നടക്കും, വടി ആയുധൊന്നുമില്ല, ഓരോ പണി. അതിന്റെ ഇടയിൽ കാണുന്ന ഓരോരുത്തരുടെ അബദ്ധങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ തിരുത്തും. അവിടെ ഹറമിൽ എന്ത് അബദ്ധങ്ങളെ കാണുക? നിസ്കരിക്കാൻ വേണ്ടി ആൾക്കാർ കേൾക്കും. അപ്പൊ ഉംറക്ക് പോണ വ്യക്തി അവന്റെ ഇഹ്റാമിന്റെ ഡ്രസ്സ് ഷോൾഡറിന്റെ അടിയിലൂടെ കൊണ്ടുണ്ടാവുക. അപ്പോൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? ഷോൾഡറിന്റെ അടിയിൽ കൂടെ പോയ സാധനം എടുത്തിട്ട് മേലെ കൂടെ എടുത്ത് പതിച്ചിട്ട് വേണം നിസ്കരിക്കണം. ഇത് ഓർമ്മ ഉണ്ടാവില്ല. പോലീസുകാർ വരും, തട്ടും. നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ പോലോട് ശരിയാക്കാൻ പറയും. അതുപോലെ പണി അംറ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. സൊഫിൽ ആൾക്കാർ തോന്നിയ മാതിരി കുറെ ബാക്ക് പോയിക്കണ്ട, കുറച്ചപ്പുറത്തേക്ക് ഉണ്ടാവും. പോലീസുകാർ അത് വന്ന് ഇടപെട്ട് വണ്ടി നിർത്തിയിട്ട് എല്ലാവരും മുള്ളിൽ കയറ്റിയെത്തും. ചിലപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? ഈ തവാഫിന്റെയും അതുപോലെ തന്നെ സഈന്റെയും ഇടയിലൊക്കെ അവിടെ പറ്റാത്ത പല കാര്യങ്ങൾ ചെയ്യും. ഓ, അവിടെ വെച്ചിട്ട് മുടി മുറിക്കണം എന്നുണ്ട് ഉംറയുമായി ബന്ധപ്പെട്ട്. അതിന് ആ മറവന്റെ അവിടെ കഴിഞ്ഞോടത്ത് തന്നെ പോയി വെട്ടണമെന്നില്ല. അതൊരു പവിത്രമായ പ്രദേശമാണ്. എന്നാ എന്ത് ചെയ്യും? പോലീസുകാർ കൊണ്ടുപോയിട്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും, വേസ്റ്റ് പാത്രം വെച്ചിട്ടുണ്ടാവും. അത് അവിടെ വീഴാതിരിക്കാൻ വേണ്ടി ശരിക്കും അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ട് പുറത്ത് എത്രയോ സൗകര്യമുണ്ട്. അവിടെ സംഭവിക്കുന്ന പലതിനെയും അവർ തിരുത്താൻ ശ്രമിക്കും. അവിടെ നിങ്ങൾ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ടാവും. കഴുത്തുനിന്ന് ഏലസ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന രംഗുണ്ടാവും. അതുപോലെ ചെയ്യുന്ന പണിയാണ്. ഒരു പോലീസ് യൂണിഫോം പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ കന്തോറിയും ഷാളക്കെട്ടോലും വരിക, പക്ഷെ ടാഗ് ഉണ്ടാവും. അതേപോലെ പല ഉഹദിലും പരിസരങ്ങളിലും അവർ സാന്നിധ്യം ഉണ്ടാവും. അവിടെ ഓഫീസുണ്ട്, അംറ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. തന്നെ പണി. ഉഹദിന്റെ അവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അള്ളാഹുവിനോടല്ലാത്ത പ്രാർത്ഥിക്കാൻ പാടില്ല, ഇത് മഖ്ബറയാണ്, അവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. കൃത്യമായിട്ട് അവർ പറഞ്ഞു. അവിടെ ജനങ്ങൾ പലതും വരും. അവിടുന്ന് മണ്ണ് വാരി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഉഹദിലേക്കൊക്കെ ഒരു കൊല്ലം പോയി അടുത്ത കൊല്ലം ചെല്ലുമ്പോൾ മല ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വരുന്നതാണ്. പോണോലും മണ്ണ് മാന്തി കൊണ്ടുപോകും കുടിയിൽ വറക്കം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അംറ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. ഇതേപോലെ നമ്മുടെ നാട്ടിൽ ഒരു പ്രാസ്ഥാനികനായ പ്രബോധകരായി ജീവിക്കണ നമ്മുടെ വലിയൊരു ചുമതലയാണ് ഈ പറഞ്ഞ ആയത്ത്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. മീറ്റിങ്ങിന് വരും, നമസ്കാരത്തിന് വരൂല. ക്ലാസ്സിന് വരും, നമസ്കാരത്തിന് വരൂല. ഇത് ആദ്യത്തെ പണിയാണിത്. ഇത് നടപ്പിലാക്കാതെ വേറെ ഒന്നിനും നമുക്ക് ഇളവ് കൊടുത്തിട്ടില്ല. നമസ്കാരം അത്രമേൽ കണ്ടീഷനാണ്. സക്കാത്ത് നിസ്കരിക്കണ എത്രയോ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടാവൂല.
അതൊക്കെ പഠിപ്പിച്ചതിന് അവസാനം അല്ലാഹു തആല പറയാണ് വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. സംഭവങ്ങൾ ഇതൊക്കെ ചെയ്തോളി. വലില്ലാഹി അല്ലാഹുവിനുള്ളതാണ് ആഖിബത്തു പര്യവസാനം, അൽ ഉമൂർ കാര്യങ്ങളുടെ, എല്ലാ കാര്യത്തിന്റെ അവസാനം അള്ളാന്റെ തീരുമാനമാണ്. കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിന്റെ അടുത്താണ്. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. വറച്ചിൽ ആയത്തിൽ കാണാം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല പര്യവസാനം ഉണ്ടാവുക. ഇതിന്റെ അർത്ഥം സെയ്ദ് ഇബ്നു അസ്ലം റഹിമഹുല്ലാഹ് പറയാണ് വഇൻദല്ലാഹി സവാബം മാ സ്വനഉ. അവർ ചെയ്ത പ്രവർത്തനത്തിന് അവസാനം പ്രതിഫലം തരുന്നവൻ അല്ലാഹയാണ്. അതിന്റെ ഒക്കെ മഹത്തരമായ നന്മന്റെ മൂല്യം മനസ്സിലാക്കി, അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ അധ്വാനം മനസ്സിലാക്കി, ഇഖ്ലാസ് മനസ്സിലാക്കി, സവാബ് തരുന്നത് പടച്ചോനാണ്. ഇതൊക്കെ ചെയ്യേണ്ട പണിയൊക്കെ നിങ്ങൾ ചെയ്തോളിയും, കൂലി നിശ്ചയിക്കുന്നത് പടച്ചോനാണ്. അതൊരു വ്യക്തിക്കനുസരിച്ച് മാറും, നിയ്യത്തനുസരിച്ചത് വ്യത്യാസപ്പെടും. ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ പോക്കറ്റിൽ നിന്ന് 100 രൂപ കൊടുക്കുന്നതും ഒരു പൈസക്കാരനായ മനുഷ്യൻ 10,000 രൂപ എടുത്ത് അവന്റെ കോടികളുടെ ഇടയിൽ നിന്ന് ഒരു 10,000 കൊടുക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് രണ്ടിനും ഒരേ പ്രതിഫലാകൂല. കൊടുത്ത സംഖ്യന്റെ വലുപ്പം മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നതുപോലെ നമ്മളിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് സവാബ് നൽകുന്നവൻ അല്ലാഹയാണ്. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിന്റെ അടുത്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന ആയത്തുകൾ കുറച്ച് പ്രവാചകന്മാരും അവരുടെ കൗമിനെ ബാധിച്ച നാശകരമായ ശിക്ഷകളും അവർ ശിക്ഷിക്കപ്പെടാനുണ്ടായ കാരണങ്ങളും വിശദീകരിക്കുന്ന ചില ആയത്തുകളും ചരിത്ര സംഭവങ്ങളും വരാനിരിക്കുകയാണ്. പരമാവധി ക്ലാസ്സുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിയാതെ വരുമ്പോൾ പറ്റുമെങ്കിൽ നേരത്തെ തന്നെ കോർഡിനേറ്ററെ ആ വിഷയം വിളിച്ച് വിവരങ്ങൾ അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഹത്തായ ദീനി സദസ്സിന്റെ വിജ്ഞാന സദസ്സിനെ ഹയാത്താക്കാൻ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ള എല്ലാ നന്മയും പടച്ചറബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ വന്നെത്തിപ്പെടാൻ കഴിയാതെ പോയ ഉദറുകളുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാവുന്ന ഉദറുകളുള്ള സഹോദരങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിച്ച് സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ മാനസികമായി ശാരീരികമായി നമ്മോടൊപ്പം ചേർന്ന് നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിലും നമ്മളെപ്പറ്റി അന്വേഷിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അള്ളാഹുവേ നീ അവർക്കെല്ലാം വലിയ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ നിന്റെ ജീവിതത്തിന്റെ അള്ളാഹുവേ നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്നെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള മുത്തഖീങ്ങളാക്കി മാറ്റിത്തരണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅ ശാഹിദീൻ. ربنا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.